എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനീത, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആൻഡ് ഹീലറാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പ് ഹീലിങ്ങിനെ പറ്റിയാണ്. എന്താണ് റിലേഷൻഷിപ്പ് ഹീലിംഗ്? അതായത് ഹീൽ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആദ്യം അത് പറയാം. അതായത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളെ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് നമ്മുടെ ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ മാറ്റുകയാണ്, അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യുകയാണ് അല്ലേ. അതെന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ചുറ്റിനും നമുക്ക് വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് തടയുവാണ്. അപ്പം നമ്മുടെ ലൈഫിൽ എന്താണ്, നല്ല കാര്യങ്ങൾ ഉണ്ടാവില്ല. എപ്പോഴും വിഷമങ്ങളും സങ്കടങ്ങളും ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഈ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പോസിറ്റീവ്, ആ സ്പേസിൽ എന്തായിരിക്കും പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സാണ് നമ്മൾ ഈ ഹോപ്പോനോപ്പോനോ ടെക്നിക്ക്, അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്നിപ്പം ഞാൻ റിലേഷൻഷിപ്പിലുള്ള ഹീലിംഗ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വൈഫ്, അമ്മ മക്കൾ, മരുമക്കൾ അല്ലേ, അമ്മായി അമ്മ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബന്ധത്തിന് എന്തെങ്കിലും വിഷയമുണ്ട്, മീൻസ് നമുക്ക് അവരോട് ദേഷ്യം, അല്ലെങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ വൈബ്രേഷനിലായിരിക്കും, നമ്മൾ ആ ഒരു എനർജിയിലായിരിക്കും. അപ്പം നമ്മളെ ചുറ്റുപറ്റിയുള്ള എല്ലാ ബന്ധങ്ങൾക്കും അത് ബാധിക്കും. അതായത് നമ്മൾ ആ ഇമോഷൻസിലായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 4 ലൈൻസ് ഉപയോഗിച്ച് നമ്മുടെ ബന്ധങ്ങളെ ക്ലിയർ ആക്കും. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആരോടാണ് നമുക്ക് പ്രശ്നമുള്ളത് അവരെ മനസ്സിൽ കാണുക. എന്നിട്ട് ഈ 4 ഫ്രേസസ്, അതായത് മാജിക്കൽ ഫ്രേസസ് ആയ ഹോപ്പോനോപ്പോനോ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്ന് പറയുക. ഇപ്പം നമ്മൾ അവരോട് തെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ നമ്മൾ അങ്ങനെ പറയുന്നതെന്ന്, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളിത് 4 ലൈൻസ് പറയുന്നത്. അതായത് അവരുമായിട്ടുള്ള എനർജി ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അവരുമായിട്ടുള്ള റിലേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 ഫ്രേസസ് യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക, ഇമാജിൻ ചെയ്യുക അവർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട്. എന്നിട്ട് അവരോട് നമ്മൾ പറയുക, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഇത് ഭയങ്കര മാജിക്കാണ്. നിങ്ങളിത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ റിയലായിട്ട് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുകയും നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുക. അതുവരെ സംസാരിക്കാത്തവർ സംസാരിക്കാൻ ശ്രമിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുപോലെ ഈ ഒരു വീട്ടിലുള്ളവരായാലും അങ്ങനെ തന്നെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നമില്ലാതെ പോകണമെങ്കിൽ ആദ്യം തന്നെ അവർ ചെയ്തിട്ടുള്ള 3-4 നല്ല കാര്യങ്ങളോട് നന്ദി പറയുക. ഓക്കെ, അപ്പം തന്നെ അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നതായിട്ട് തോന്നും. അതായത് ആ ദേഷ്യം കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ 4 ലൈൻസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. അവരെ മനസ്സിൽ കണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റും. അവരുടെ ക്യാരക്ടർ നിങ്ങളോടുള്ളത് ചേഞ്ചായി വരുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ്, ഡീപ്പായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ക്ലാസ്സസ് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഇതിലുണ്ടായിരിക്കും, ബയോയിലുണ്ടായിരിക്കും. അപ്പോൾ അത് കോൺടാക്റ്റ് ചെയ്താൽ മതി. ടൈം സെറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിലേഷൻഷിപ്പ് ഹീലിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.